SNLP സ്കൂൾ കക്കാട് മാമല നടപ്പാക്കുന്ന തനതു പരിപാടിയാണ് കൈത്തിരി. കുട്ടികൾക്കേറെ ഇഷ്ടമുള്ള ചിത്രശലഭങ്ങളുടെയും മറ്റു ജീവികളുടെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അവയെ സംരക്ഷിക്കാനുള്ള മനോഭാവം കുട്ടികളിൽ ചെറുപ്രായത്തിൽ തന്നെ രൂപപ്പെടുത്തിയെടുക്കുക എന്നതാണ് ഈ എപ്പിസോഡിൽ ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. എങ്കിൽ വരും, നമുക്ക് പുറത്തിറങ്ങി നടക്കാം. നമ്മൾ നട്ട ചെടികളിൽ പൂക്കളുണ്ടായെന്ന് നോക്കിയാലോ? മോള് നട്ട ചെടിയിൽ പൂവുണ്ടായി അമ്മേ. ധാരാളം പൂമ്പാറ്റകൾ. എന്ത് രസാ! നിനക്ക് പൂമ്പാറ്റകളെ ഇഷ്ടായോ? എങ്കിൽ അമ്മ ഇന്ന് പൂമ്പാറ്റയെ കുറിച്ച് ഒരു കഥ പറയാം. മോളെപ്പോലെ തന്നെ ഒരു കൊച്ചു കുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേരാണ് മാളു. മാളുവിൻ്റെ തോട്ടത്തിൽ ധാരാളം പൂക്കളുണ്ടായിരുന്നു. ആ പൂക്കളിൽ നിന്നും തേൻ കുടിക്കാൻ പല നിറത്തിലുള്ള പൂമ്പാറ്റകൾ വരുമായിരുന്നു. സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും അവൾ ആ പൂമ്പാറ്റകളെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. ഒരു ദിവസം അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റോസാ ചെടിയുടെ ഇലയുടെ അടിയിൽ എന്തോ പറ്റിപ്പിടിച്ചിരിക്കുന്നതായി കണ്ടു. അവൾ അമ്മയെ വിളിച്ചുകൊണ്ടുവന്നു. അത് കാണിച്ചു കൊടുത്തു. അമ്മ അത് പൂമ്പാറ്റയുടെ മുട്ടയാണെന്ന് അവളോട് പറഞ്ഞു. അവൾ അത്ഭുതപ്പെട്ടു പോയി. അവൾ ആദ്യമായിട്ടാണ് അത് കാണുന്നത്. പൂമ്പാറ്റ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് മാളു അമ്മയോട് ചോദിച്ചു. ഈ മുട്ട വിരിഞ്ഞാണ് പൂമ്പാറ്റ ഉണ്ടാവുന്നതെന്ന് അമ്മ പറഞ്ഞു. അങ്ങനെ മുട്ട വിരിഞ്ഞ് പുഴു പുറത്തു വന്നു. അവൾ ആ പുഴുവിനെ ശ്രദ്ധിച്ചു തുടങ്ങി. അത് ഇലകളൊക്കെ തിന്ന് പതുക്കെ പതുക്കെ വലുതായി തുടങ്ങി. അത് ഓരോ ദിവസവും ഓരോ നിറത്തിലുമായിരുന്നു. പിന്നെ ആ പുഴു പ്യൂപ്പാവസ്ഥയിലായി. സ്കൂളില്ലാത്ത ഒരു ദിവസം പ്യൂപ്പയിൽ നിന്ന് പൂമ്പാറ്റ പുറത്തു വരുന്നത് അവൾ കണ്ടു. അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. പൂമ്പൊടി ചൂടും പൂമ്പാറ്റെ, പൂന്തേനുണ്ണും പൂമ്പാറ്റെ, പൂവുകൾ തോറും പുലരികൾ തേടി പാറിപ്പോകും പൂമ്പാറ്റെ, പാറ്റെ പാറ്റെ പൂമ്പാറ്റെ, പൂമ്പൊടി ചൂടും പൂമ്പാറ്റെ, പൂന്തേനുണ്ണും പൂമ്പാറ്റെ, പൂവുകൾ തേടി പുലരികൾ തോറും പാറിപ്പോകും പൂമ്പാറ്റെ. ഒരു പൂന്തോട്ടത്തിൽ 3 പൂമ്പാറ്റകൾ ഉണ്ടായിരുന്നു. അവർ നല്ല കൂട്ടുകാരായിരുന്നു. ഒരാൾ വെള്ള നിറത്തിലും ഒരാൾ ചുവപ്പ് നിറത്തിലും ഒരാൾ മഞ്ഞ നിറത്തിലും ആയിരുന്നു. ഒരു ദിവസം ഉച്ച തിരിഞ്ഞ് അവർ പൂന്തോട്ടത്തിൽ കളിക്കുകയായിരുന്നു. അവരുടെ മേൽ നനഞ്ഞു. ഇത് കണ്ടുകൊണ്ട് സൂര്യകാന്തി ചെടി അവരെ നോക്കി നിൽക്കുകയായിരുന്നു. സൂര്യകാന്തി സൂര്യകാന്തി, മഴ പെയ്യുകയാണ്. മഴ തോരുന്നത് വരെ ഞങ്ങൾ ഇവിടെ ഇരുന്നോട്ടെ, പൂമ്പാറ്റകൾ പറഞ്ഞു. എനിക്കിഷ്ടം ചുവപ്പും മഞ്ഞയും ഉള്ള പൂമ്പാറ്റകളെയാണ്. അവർക്ക് മഴ തോരുന്നത് വരെ ഇവിടെ നിൽക്കാം, സൂര്യകാന്തി പറഞ്ഞു. വേണ്ട കൂട്ടുകാരാ, വേണ്ട. ഞങ്ങളുടെ കൂട്ടുകാരനെ പെരുമഴയിൽ നിർത്തി ഞങ്ങൾക്ക് ഇവിടെ നിൽക്കേണ്ട, പൂമ്പാറ്റകൾ പറഞ്ഞു. അവരുടെ മേൽ കല്ലുകൾ പോലെ മഴ പെയ്തു. അവർ നോക്കിയപ്പോൾ വെള്ള ആമ്പൽച്ചെടി കണ്ടു. ആമ്പൽച്ചെടി ആമ്പൽച്ചെടി, മഴ പെയ്യുകയാണ്. മഴ തോരുന്നത് വരെ ഞങ്ങൾ ഇവിടെ ഇരുന്നോട്ടെ, പൂമ്പാറ്റകൾ പറഞ്ഞു. എന്റെ ഇഷ്ടപ്പെട്ട പൂമ്പാറ്റയായ വെള്ള പൂമ്പാറ്റയ്ക്ക് മഴ തോരുന്നത് വരെ ഇവിടെ നിൽക്കാം. പക്ഷേ വെള്ള പൂമ്പാറ്റയെ മാത്രമേ മഴ തോരുന്നത് വരെ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ, ആമ്പൽച്ചെടി പറഞ്ഞു. വേണ്ട കൂട്ടുകാരാ, വേണ്ട. എന്റെ കൂട്ടുകാരനെ മഴയിൽ നിർത്തിയിട്ട് എനിക്ക് ഇവിടെ നിൽക്കേണ്ട, വെളുത്ത പൂമ്പാറ്റ പറഞ്ഞു. പൂമ്പാറ്റകൾ ആകെ നനഞ്ഞു. അവർ ആകാശത്തേക്ക് നോക്കി. എന്നിട്ടും ആകാശം കറുത്തതായിരുന്നു. മേഘങ്ങളുടെ പുറകിലിരുന്ന് സൂര്യൻ ഇത് നോക്കി നിൽക്കുകയായിരുന്നു. പൂമ്പാറ്റകളുടെ സ്നേഹം കാരണം സൂര്യന് വളരെ സന്തോഷമായി. സൂര്യൻ മേഘങ്ങളെ പൊടിച്ചിട്ടു. മഴ നിന്നു. പൂമ്പാറ്റകളുടെ ചിറകിലുള്ള മണലെല്ലാം മാറ്റി. പൂമ്പാറ്റകൾ സന്തോഷവാനായി.
എന്നെ ചിത്രശലഭം എന്നും വിളിക്കും. ആംഗലേയ ഭാഷയിൽ ബട്ടർഫ്ലൈ എന്നാണ് പേര്. മനുഷ്യൻ ഭൂമിയിൽ ആവിർഭവിക്കുന്നതിന് ഏകദേശം 970 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാനും എന്റെ കൂട്ടുകാരും ഭൂമിയിൽ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. എനിക്ക് ധാരാളം കൂട്ടുകാരുണ്ട്. എന്റെ കൂട്ടുകാരെ നിങ്ങൾക്ക് കാണണ്ടേ? ദാ നോക്കൂ, ഞങ്ങൾ പ്രധാനമായും പൂന്തേനാണ് ഭക്ഷണമായി ഉപയോഗിക്കുന്നത്. ഞങ്ങളിൽ ചിലർ പൂമ്പൊടിയും മരത്തിന്റെ നീരും ചീഞ്ഞു പോകാറായ പഴങ്ങളും അഴുകിയ മാംസവും മണലിലും ചെടിയിലും മറ്റും അലിഞ്ഞു ചേർന്ന ധാതുക്കളും ആഹാരമാക്കുന്നു. തേനീച്ചകൾക്കൊപ്പം എത്തിയില്ലെങ്കിലും പരാഗണത്തിൽ ഒരു പ്രധാന പങ്ക് ഞങ്ങൾ വഹിക്കുന്നു. പക്ഷേ കൂടുതൽ ദൂരത്തിൽ പൂമ്പൊടി എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. സോഡിയവും മറ്റു ചില ധാതുക്കളും ഞങ്ങൾക്ക് പ്രത്യുൽപാദനത്തിന് അത്യാവശ്യമാണ്. ശരീരത്തിലെ ആന്റിന ഉപയോഗിച്ചാണ് ഞങ്ങൾ കാറ്റിന്റെ ഗതിയും പൂന്തേനും കണ്ടുപിടിക്കുന്നത്. ഞങ്ങളിൽ ചിലർക്ക് ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കും. ഞങ്ങളെ പല സ്ഥലങ്ങളിലും പല കാലാവസ്ഥകളിലും കാണാൻ സാധിക്കും. വിവിധതരം രാസപദാർത്ഥങ്ങളാണ് സ്വയരക്ഷയ്ക്കായി ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ രാസപദാർത്ഥങ്ങൾ ചെടിയിൽ നിന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളെ കാണുന്നത് ആറളം വന്യജീവി സങ്കേതത്തിലാണ്. ഇപ്പോൾ ആകെ വിഷമത്തിലാണ് ഞങ്ങളിൽ പലരും ഇന്ന് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷരായിരിക്കുന്നു. കാരണം തുമ്പ, കൃഷ്ണകീടം തുടങ്ങിയ ചെടികളിൽ നിന്നും തേൻ കുടിച്ചാണ് ഞങ്ങൾ വളരുന്നതും പരാഗണം നടത്തുന്നതും പുതിയ ചെടികൾ ഉണ്ടാവുന്നതും. എന്നാൽ ഞങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഈ ചെടികൾ നമ്മുടെ ഭൂമിയിൽ നിന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഞങ്ങളും. അതിനുള്ള പ്രധാന കാരണം കീടനാശിനികളുടെ അമിതമായ ഉപയോഗം, വായു അന്തരീക്ഷ മലിനീകരണം, കുട്ടികളിൽ ചിലർ കൗതുകത്തിനായി ഞങ്ങളെ ഉപദ്രവിക്കുന്നതും ഞങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് നിങ്ങൾ ഏൽപ്പിക്കുന്ന മുറിവുകളുമാണ്. ഭാവിയിലെ വാഗ്ദാനങ്ങളായ നിങ്ങളോട് ഒറ്റ അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. നിങ്ങൾ വീട്ടിലും വിദ്യാലയത്തിലും ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ചെടികൾ നട്ടുപിടിപ്പിക്കുക, പരിപാലിക്കുക. അതോടൊപ്പം പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങളെയും സംരക്ഷിക്കൂ. നിങ്ങളുടെ കണ്ണിനും മനസ്സിനും കുളിർമയേകാൻ എന്നും നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകും. ഇനിയൊരു സഞ്ചാരമായാലോ? നിങ്ങൾ ഏവരെയും ഞാനും എന്റെ ധാരാളം കൂട്ടുകാരും വസിക്കുന്ന തട്ടേക്കാട് ശലഭോദ്യാനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങളും പങ്കുചേരൂ. നിങ്ങളുടെ വീട്ടിലും